ഉഷ്ണതരംഗം തൃശൂർ പൂരത്തിന് വെല്ലുവിളി ഉയർത്തുമ്പോൾ ആശ്വാസമാവുകയാണ് സൺ റിസർച്ച് ആൻഡ് മെഡിക്കൽ സെന്ററിന്റെ സ്റ്റാൾ. പൊള്ളുന്ന വെയിലുണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾക്ക് സൺ റിസർച്ച് ആൻഡ് മെഡിക്കൽ സെന്ററിന്റെ സ്റ്റാളിലെത്തിയാൽ ഉടനടി പരിഹാരം ലഭ്യമാണ്. വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ ആരോഗ്യ പ്രവർത്തകരുടെ സംഘം പൂരം നഗരിയിൽ എത്തുന്നവരെ പരിചരിക്കാനായി സർവ്വസജ്ജരായി ഉണ്ട്. തൃശൂർ പൂരനഗരിയിൽ കനത്ത ചൂടാണ്. ഈ ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതിന് എന്താണ് മാർഗം? അതിന് ഒരു മാർഗം തൃശൂർ പൂരനഗരിയിൽ തന്നെയുണ്ട്. അത് സൺ റിസർച്ച് ആൻഡ് മെഡിക്കൽ സെന്റർ ആണ്. അവരുടെ ഒരു സ്റ്റാളുണ്ട് ഇവിടെ പൂരനഗരിയിൽ. അതായത് ഈ കനത്ത ചൂട് കാരണം എന്തെങ്കിലുമൊക്കെ ശാരീരികമായ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ വരികയാണെങ്കിൽ നേരെ വരിക, സൺ റിസർച്ച് ആൻഡ് മെഡിക്കൽ സെന്ററിന്റെ ഈ സ്റ്റാളിലേക്ക് വരിക. ഇവിടെ ഡോക്ടർമാരുടെയും ഒപ്പം തന്നെ മറ്റുള്ളവരുടെയും സേവനം ലഭ്യമാണ്. അതേക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി അതിന്റെ അധികാരികൾ തന്നെയുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഈ സണ്ണിന്റെ ഇവിടുത്തെ ഒരു സ്റ്റാളിന്റെ നമ്മളൊരു 3 ഡോക്ടേഴ്സ്, ഒരു 6-7 പേര് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തിരി തിരക്ക് കുറവാണ്, അതുകൊണ്ട് അധികം പേഷ്യൻസ് വന്നിട്ടില്ല. വന്നതിൽ കുറച്ച് പോലീസുകാരാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കും. പിന്നെ കുറച്ചും കൂടി ട്രീറ്റ്മെന്റ് വേണ്ടവരെയാണെങ്കിൽ നമ്മൾ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യാറാണ് പതിവ്. ഇതുവരെ അതായത് അത്രയും നല്ല സംവിധാനങ്ങൾ ഒരുക്കി ഉണ്ട് എല്ലാം ഉണ്ട്. ഇവിടെ ആംബുലൻസ് ഇപ്പോൾ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ആംബുലൻസ് തന്നെ നമ്മൾ ഇപ്പുറത്ത് ഇടാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ആംബുലൻസ് ഇവിടെ ഇല്ല. എന്നാലും നമുക്ക് വിളിച്ച് അപ്പം തന്നെ വരും, നമ്മൾ പേഷ്യനെ ഷിഫ്റ്റ് ചെയ്യും അപ്പം തന്നെ. ഡോക്ടറെ, ഈ വലിയ ചൂടാണ്, സ്വാഭാവികമായിട്ട് അത് പൂരത്തിന് വന്നാലും അല്ലെങ്കിൽ അതായത് ഈ സമയത്ത് നമ്മൾ ചൂടിനെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നോർമലി നമ്മൾ ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. ഒരു 3 to 4 ലിറ്റേഴ്സ് വെള്ളം ഡെയിലി കുടിക്കുക. പിന്നെ ORS ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുക. അതായത് നമ്മൾ തന്നെ സ്വയം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാന്ന്. അതെ, പിന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മാക്സിമം ഒരു 11 to 3 ആ ടൈം ഒന്ന് പുറത്തിറങ്ങുന്നതൊക്കെ പരമാവധി ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കുക. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ നമ്മുടെ സണ്ണിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട് അല്ലേ? ഈ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രത്യേകിച്ച് കേരള വിഷൻ ന്യൂസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബമാണ് സൺ എന്ന് പറയുന്നത്. ഒരുപാട് ഇവൻറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹകരിക്കാറുണ്ട്. ഇപ്പോൾ കേരള വിഷൻ ന്യൂസിൻ്റെ പ്രേക്ഷകർക്കൊരു സംശയമുണ്ട്, ഇനിയിപ്പോൾ സണ്ണിൽ എന്തൊക്കെയാണ് പുതിയത്? സണ്ണിൽ ഇപ്പോൾ പുതിയ MRI, പുതിയതല്ല, നമുക്ക് 2-3 വർഷമായിട്ടുണ്ട്. അത് സാധാരണ മറ്റുള്ളവിടത്തേക്കാളും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് സമയത്ത് കൊണ്ട് ചെയ്യാൻ പറ്റണം. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റണം. പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നവർക്ക് മുമ്പായിട്ട് നമുക്ക് കാൽസ്യം ഡെപ്പോസിറ്റ് ഉള്ള പേഷ്യൻസിനെ നമുക്ക് CT ചെയ്ത് നമുക്കറിയാൻ പറ്റും. ഇതൊക്കെ പുതിയതായിട്ട് നമ്മുടെ ഇവിടെ പുതിയതായിട്ടുള്ളതാണ്. അപ്പോൾ സാധാരണ MRIയിൽ കിടക്കുന്ന പേഷ്യൻസിന് കുറച്ച് പേടി ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ പേടി സണ്ണിൽ വന്നാൽ വേണ്ട, അതല്ല, കാരണം AI സാങ്കേതിക വിദ്യയുടെ കൂടെയുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ അവിടെ വന്നവരാരും തിരിച്ചു പോകേണ്ട വരാറില്ല, ചെയ്തിട്ട് ഇനി പോവുള്ളൂ. പിന്നെ സമയം കുറച്ച് മതി, ഗുണമുണ്ട്. അതല്ല, സാധാരണ ഒരു 1/2-3 മണിക്കൂർ എടുക്കുന്നത് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റും. ഈ സണ്ണിന്റെ സ്റ്റാളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ബോർഡ് കാണാം കൃത്യമായിട്ട്. അത് ഈ ഒപ്റ്റിമ CT 660, അത് അതിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നേക്കും നാളേക്കുമായി നിർമ്മിച്ചത് കൊറോണറി ആൻജിയോഗ്രാം ചെയ്യുന്നവർക്ക് കൊറോണറി ആൻജിയോഗ്രാം ആൻഡ് കാൽസ്യം സ്കോറിംഗ് ഉണ്ട്. 500 സ്ലൈസ് വരെ ഉള്ള ശേഷിയുണ്ട്. കുറഞ്ഞ ഡോസാണ്, കുറഞ്ഞ ഡോസ് റേഡിയേഷനാണ്. ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. മറ്റൊന്ന് AI സാങ്കേതിക വിദ്യയോടുകൂടിയ സിഗ്ന ക്രിയേറ്റർ MRI എന്നുള്ളതാണ്. അത് 6 മുതൽ 8 മിനിറ്റിനുള്ളിൽ സ്കാനിങ് സാധ്യമാക്കുന്നതാണ് ഇപ്പുറത്ത് കാണുന്ന ആ ഒരു സിഗ്ന ക്രിയേറ്റർ MRIയുടേത്. കൂടുതൽ വ്യക്തവും മികവാർന്നതുമായ ചിത്രങ്ങൾ ലഭിക്കുന്നു. ഒപ്പം തന്നെ രോഗിയുടെ ചെറിയ ചലനങ്ങൾ പോലും പരമാവധി കുറയ്ക്കുന്ന രീതിയിൽ MRI വിത്ത് 3D ഇമേജിംഗ് ആൻഡ് പ്രൊപ്പല്ലർ ഫോർ എൻഹാൻസ് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഏറ്റവും അത്യാധുനികമായ CT ആൻഡ് MRI ഇമേജിംഗ് സാങ്കേതിക വിദ്യ തിരുത്തി എഴുതുന്ന രീതിയിലേക്കാണ് ഈ നമ്മുടെ സൺ വരുന്നത്. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഈ തൃശ്ശൂരിലെ യൂണിറ്റിലെത്തുമ്പോൾ വരുന്നത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവരൊരു നന്മ കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. പൂരത്തിനെത്തുന്നവർക്ക് വേണ്ടി ഒരു സ്റ്റാളുണ്ട്. ആ സ്റ്റാളിൽ വരിക, സന്ദർശിക്കുക.